ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദാസാറ് ചീരുവിനെ വിളിച്ച് ദയയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. അപ്പോൾ ചീരു പറയാണ്, ദയെ ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണമെന്നാണ് SI സാർ പറഞ്ഞത് എന്ന് കേട്ടപ്പോൾ ദാസാർ പറയാണ്, അങ്ങനെ ആവുമ്പോൾ ഇന്ന് ദയെ റിമാൻഡ് ചെയ്യുമല്ലോ എന്ന് പറയട്ടോ. അതില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കാല് പിടിച്ചിട്ടാണെങ്കിലും സാറിനോട് പറഞ്ഞു ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിലാക്കരുത്, നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് സംബന്ധിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ. എന്നിട്ട് ദയ എവിടെ, ശബരി എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ശബരി അവൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് ദയക്ക് എടുക്കാനുള്ള കുറച്ച് ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ്. അപ്പോൾ വിനയൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അയാളിവിടെ ഉണ്ട്, അയാളിവിടെ കുറച്ച് ഓവറാവാൻ ശ്രമിക്കുകയാണ്, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നടക്കുന്നുണ്ട് എന്ന് പറയട്ടോ. ആ സമയത്ത് വിനയൻ ദയക്ക് കുടിക്കാനുള്ള വെള്ളവും ഒരു ഗ്ലാസ് ചായവുമായിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കോൺസ്റ്റബിളിന്. അപ്പോൾ അതെല്ലാം തന്നെ ചീരു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, വിനയൻ അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ദാസാറിനോട് വീണ്ടും വിനയനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ചീരു സംസാരിക്കുന്നത്. അപ്പോൾ ദാസാറ് പറയണേ, നീ അവനെ മുഷിപ്പിക്കരുത്, ഇപ്പോൾ ഈ സമയത്ത് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു സഹായം തന്നെയല്ലേ, അതുകൊണ്ട് നീ അവനോട് കൂടുതലൊന്നും പറയരുത് എന്ന് പറയാണ്. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ചീരു വിനയനെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ വിനയനും ചീരുവിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിനയൻ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. ചീരുവിന് ഇനി ഞാൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ചീരുവിനോട് ചോദിക്കുന്നുണ്ട് ദാസാറ്, നീ എങ്ങനെ ഇന്ന് സ്റ്റേഷനിൽ നിൽക്കും, നീ ഇവിടേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയും, അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും, അത് അച്ഛന് നല്ല വിഷമമാവും, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ, ഒന്നല്ലെങ്കിൽ ശബരി വരട്ടെ, അതിൻ്റെ ശേഷം ഞാൻ തീരുമാനിക്കാമെന്ന് പറയട്ടോ. അങ്ങനെ ദാസാറിനോട് പറയുന്നുണ്ട്, ഇപ്പം തൽക്കാലം അച്ഛനോട് ഒന്നും പറയരുത്, അച്ഛൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് വിഷമം വരികയുള്ളൂ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചീരു ഫോൺ വെച്ച ശേഷം വിനയൻ്റെ കൂടെ തന്നെയാണ് ചീരു പോകുന്നത്. വിനയൻ്റെ ബൈക്കിൽ വിനയൻ്റെ വീട്ടിലേക്ക് ചീരു ചെല്ലുകയാണ്. കുളിച്ച് ഫ്രഷായി കുറച്ച് ഡ്രസ്സ് എടുത്ത ശേഷം ദാസാറിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാമെന്ന് കരുതിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പരിശോധനയ്ക്ക് വന്ന ചീരു ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് എടുത്ത് പോവാം ദാസാറിൻ്റെ വീട്ടിലേക്ക് എന്നും കരുതി വിനയൻ്റെ കൂടെ അവിടേക്ക് വരികയാണ് കേട്ടോ. ഈ സമയം വിനയനെ കാണാത്തത് കൊണ്ട് വിനയൻ്റെ അമ്മാവനും അമ്മയും ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലതികയോട് അമ്മാവൻ പറയുന്നുണ്ട്, ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇവൻ എത്ര നേരമായി വീട്ടിൽ നിന്നും പോകുകയും രാവിലെ അങ്ങ് പോയ രാത്രിയാവുന്ന സമയത്തൊക്കെയാണ് കയറി വരുന്നത്, ഇങ്ങനെയൊക്കെ ചീരുവിൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ചെയ്തിട്ട് അവരാരും ഇവനെ മനസ്സിലാക്കുന്നില്ലോ, ഇവൻ ചീരുവിനോട് ചെയ്ത തെറ്റിന് ഇപ്പോൾ പ്രായശ്ചിത്തമായി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരാരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നതും അവിടെ രാവിലെ പോയി വൈകുന്നേരം വരെ ഇരിക്കുന്നതും എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ലതിക പറയുകയാണ്, അങ്ങനെയല്ല, അവൻ്റെ മനസ്സിന് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്, ചീരുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അവളോട് ചെയ്ത ദ്രോഹത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവന് തന്നെ ഒരു സമാധാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. അതിന് ഏട്ടൻ ഇനി തടസ്സമൊന്നും പറയണ്ട, പിന്നെ അവൻ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിച്ച് അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട, അവൻ ഭക്ഷണം പോലും കഴിക്കാതെ പോയി കിടക്കുള്ളൂ. അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് വിനയൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. അവൻ എത്തി ഏട്ടാ, ഇനിയിപ്പോൾ ഏട്ടനൊന്നും അവരോട് പറയരുത് എന്ന് പറഞ്ഞ് ലതിക പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറയുകയാണ്, അമ്മാവൻ പറയുകയാണ്, ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ലതിക വിനയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത്, നിൻ്റെ ഈ മനസ്സ് ആരും കാണുന്നില്ലല്ലോ എന്ന് പറയട്ടോ. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മയെ കഷ്ടപ്പെടുന്നത് എന്ന് വിനയം പറയുമ്പോൾ, നിനക്ക് വേണ്ടിയിട്ട് നീ കഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നില്ലല്ലോ, തിരിച്ചറിയേണ്ടവർ അത് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് ചീരുവിനെ ഉദ്ദേശിച്ച് പറയുകയാണ്. ആ സമയത്താണ് ലതിക ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചീരു നടന്നു വരുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ ലതികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ ലതിക ചീരുവിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട്, മോളെ നിന്നെ ഇവൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. വെപ്രാളം പിടിച്ച സന്തോഷം കൊണ്ടാണ് ചീരുവിനോട് ഓരോ കാര്യവും ലതിക ചോദിക്കുന്നത്. അപ്പോഴത്തേക്കും അമ്മാവൻ പുറത്ത് വരികയാണ്. അപ്പോൾ അമ്മാവൻ പറയുകയാണ്, ഇവൻ നിന്നെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പുഞ്ചിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ലതിക പറയണ നിർബന്ധിച്ച് കൊണ്ടുവന്നാൽ ഇങ്ങനെ പുഞ്ചിരിക്കില്ലല്ലോ ഏട്ടാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി ചീരുവിനെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഇവിടേക്ക് വന്നത് അമ്മേ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവാം എന്ന് കരുതിയിട്ടും കുറച്ച് എൻ്റെ പഴയ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ഡ്രസ്സ് എടുത്ത് ദാസാറിൻ്റെ വീട്ടിലേക്ക് ഇപ്പം തന്നെ പോവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പോൾ ലതിക പറയാണ്, നീ പൊയ്ക്കോ, പക്ഷേ ആദ്യം നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, ഏതായാലും ഇത്രയും നേരമായില്ലേ, ഇനി ഭക്ഷണം കഴിക്കാതെ മോളെ ഞാൻ വിടില്ല, ഞാൻ പോയി കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ലതിക അടുക്കളയിലേക്ക് പോവുകയാണ്. ഈ സമയം ചീരുവിനോട് പറയുകയാണ്, നിൻ്റെ റൂം അതാ, അതിലേക്ക് ആരും പോയി കിടക്കാറൊന്നുമില്ല, അതിൽ നിൻ്റെ ഡ്രസ്സും കുഞ്ഞിൻ്റെ ഡ്രസ്സുകളൊക്കെ അതിൽ തന്നെ ഉണ്ട്, നീ പോയിക്കോ, നീ പോയി ഫ്രഷ് ആയിക്കോ എന്ന് പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ വിനയൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എല്ലാവരുടെയും ആ സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോൾ, അമ്മാവൻ്റെയും അമ്മയുടെയും ഒക്കെ ചീരുവിനോടുള്ള ആ സ്നേഹമൊക്കെ കാണുമ്പോൾ വിനയൻ ഇങ്ങനെ കയ്യും കെട്ടി ഇതെല്ലാം തന്നെ നോക്കി നിൽക്കുകയാണ്. പിന്നീട് ചീരു റൂമിൽ കയറിയ ശേഷം കതക് കുറ്റിയിട്ട ശേഷം അലമാര തുറന്ന് അതിൽ നിന്നും ഡ്രസ്സുകൾ എടുക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് അതിൽ ചീരുവിൻ്റെയും വിനയൻ്റെയും കല്യാണം കഴിഞ്ഞ ആ ഫോട്ടോ കാണുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഒരു നിമിഷത്തേക്ക് ചീരു ആ ഫോട്ടോയിൽ നോക്കിയിട്ടൊന്ന് വിഷമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനയനോട് ചെറുതായിട്ടൊക്കെ ചീരുവിന് ഒരു മനസ്സലിവ് വരികയാണ്. എല്ലാവരും പറയുന്നത് പോലെ വിനയൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യത്തിൽ ചീരുവിനും സംശയം വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം വിനയനും അമ്മാവനും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അമ്മാവനും പറയുന്നുണ്ട്, ചീരു ആദ്യം ഭക്ഷണം കഴിച്ചോട്ടെ, എന്നിട്ട് വേണം ദാസാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ, ഒരുപാട് വൈകിയാൽ അവിടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ചീരു കിച്ചണിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ അമ്മാവൻ പറയാണ്, അവളല്ലല്ലോ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾക്ക് തരേണ്ടത്, നീ പോയി അവളെ ഇവിടേക്ക് കൊണ്ടുപോയ, ചീരുവിനോട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ ലതികയെ എന്ന് പറയട്ടോ. അപ്പോൾ ചീരു ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ലതിക പറയുകയാണ്, ഞാൻ പറഞ്ഞപ്പോൾ അവൾ കേൾക്കുന്നില്ല, നിങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഞാനും ചീരുവും ഒരുമിച്ച് കഴിച്ചോളാം എന്ന് പറയട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവുകയാണ് കേട്ടോ. ആ സമയത്ത് വിനയൻ ചീരുവിനെ തന്നെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരക്ഷരം മിണ്ടാതെ വിനയൻ അവിടെ നിന്നും പോവുകയാണ്. ചീരുവും വിനയനെ ഒന്ന് നോക്കിയ ശേഷം പോവുകയാണ് കേട്ടോ. അങ്ങനെ ലതികയും ചീരുവും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ലതിക പറയണ, മോളെ ഇത്രയും നേരമായില്ലേ, ഇനി നീ ഇവിടെ കിടന്നോ, നാളെ നീ പോയിക്കോ, ദാസാറിൻ്റെ വീട്ടിലേക്ക് ഈ സമയത്ത് പോവണ്ട, ഒന്നാമത് ഗർഭിണികൾ രാത്രിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നന്നല്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെ ചീരു സമ്മതിക്കുകയാണ്. അങ്ങനെ ലതിക ചീരുവിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് സന്തോഷത്തോടു കൂടി ചീരു ലതികയും ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് ചീരു റൂമിലേക്ക് കിടക്കാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ഈ സമയത്ത് വിനയനെ കുറിച്ചുള്ള ഒരു ചിന്താഗതിയൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ചീരു ഇനി സ്വപ്നം കാണുകയാണ്. വിനയൻ റൂമിൽ വന്ന ശേഷം ചീരുവിനെ ഉപദ്രവിക്കുന്നതായിട്ട്, നീ ഇല്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല ചീരു, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് ചീരുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് പോലെ ചീരുവിന് സ്വപ്നം തോന്നുകയാണ്. അങ്ങനെ ചീരു സ്വപ്നത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് കേട്ടോ. വിനയൻ വീണ്ടും പഴയതുപോലെ എന്നോട് പെരുമാറുകയാണോ എന്ന് കരുതിയിട്ട്, പക്ഷേ അത് ചീരുവിൻ്റെ വെറും സ്വപ്നമായിരിക്കും. ഈ സമയം സത്യനാണെങ്കിലോ ഇനി വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ ഹാളിൽ വന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രനും സുശീലയും ചോദിക്കുകയാണ്, എന്താ സത്യം നീ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രേട്ടനും മോനും കൂടി അവരുടെ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ സുശീല പറയണേ, ശരിയാണ്, ഇന്ദ്രൻ്റെ റൂമിലായിരുന്നു പ്രതിഭയും സത്യനും ഉറങ്ങിയിരുന്നത്. അപ്പോൾ ഇന്ദ്രൻ പറയണ, അത് സാരമില്ല, നിങ്ങൾ അവിടെ തന്നെ കിടന്നോളൂ, ഞാനും മോനും ഹാളിൽ കിടന്നോളാം എന്ന് പറയുമ്പോൾ, അത് വേണ്ട, എനിക്കും പ്രതിഭയ്ക്കും ഏട്ടനും മോനും ഹാളിൽ കിടന്നാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല, അത് വേണ്ട, പ്രതിഭ ഇപ്പോൾ സോനയുടെ റൂമിൽ പോയി കിടന്നിട്ടുണ്ട്, ശ്യാമു എൻ്റെ കൂടെ ഇവിടെ ഹാളിൽ വന്ന് കിടന്നോളും എന്ന് പറയട്ടോ. അപ്പോൾ സുശീല പറയണേ, നീ എന്നിൽ നിന്നും എൻ്റെ മോനെ അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി, വീണ്ടും അനുപമയുടെ അടുത്തേക്ക് ഇന്ദ്രനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് നീ നോക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, എൻ്റെ മോന് എന്നെ വിട്ട് എവിടേക്കും പോകുന്നില്ല എന്ന് സുശീല പറയുകയാണ്. അപ്പോൾ സത്യം പറയണേ, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല അമ്മേ, ഏട്ടനെ ഞാൻ ഈ വീട്ടിൽ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ, ആ സ്ഥാനത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ല, ഏട്ടനും മോനും ഒരിക്കലും ഹാളിൽ കിടക്കാൻ പാടില്ല, ഏട്ടൻ്റെ റൂമിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറയുമ്പോൾ സത്യം
സത്യനോട് ഇന്ദ്രൻ പറയണ അങ്ങനെയല്ല, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അധികമൊന്നും ആയിട്ടില്ലല്ലോ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്നത് ശരിയല്ല എന്ന് പറയട്ടോ. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഏട്ടാ, ഏട്ടൻ എന്തായാലും റൂമിൽ പോയി ഉറങ്ങിക്കോ എന്ന് പറയണം. അപ്പോൾ സുശീല പറയണ അവൻ്റെ വാശി തന്നെ വിജയിക്കട്ടെ, നീ വാ ഇന്ദ്ര, നീ മോന് ആ റൂമിൽ പോയി കിടന്നോ, നീ അവിടെ തന്നെ കിടന്നട സത്യ എന്നും പറഞ്ഞ് സുശീല ദേഷ്യപ്പെട്ടു പോവുകയാണ് കേട്ടോ. അല്ലാതെ നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല, അനുവിൻ്റെ അടുത്തേക്ക് ഇന്ദ്രൻ ഇനി പോവുകയുമില്ല എന്ന് പറഞ്ഞ് സുശീല ഇന്ദ്രനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സത്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പതിയെ പതിയെ ഏട്ടൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം, എന്നിട്ട് ഏട്ടത്തിയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയക്കണം എന്ന് സത്യൻ ആ സമയം ചിന്തിക്കുന്നുണ്ട്. സുശീലയും ഇന്ദ്രൻ കൂടി സംസാരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറയുന്നുണ്ട്, ഇനി അവളുടെ അടുത്തേക്ക് ഒരിക്കലും മിച്ചുമോനെ പറഞ്ഞയക്കരുത് അമ്മേ, മിച്ചുമോനെ നമുക്ക് പൊന്നുപോലെ തന്നെ നോക്കണം, ഇനി അനുപമയുടെ അടുത്തേക്ക് കുഞ്ഞിനെ നമുക്ക് പറഞ്ഞയക്കരുത് എന്നൊക്കെ പറയുന്ന ആ സമയത്താണ് സത്യൻ അവിടെ വന്ന് കിടക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് സുശീല ഹർഷയെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. എന്നിട്ട് സുശീലയും ഹർഷയും കൂടി സംസാരിക്കുന്നത് രവികുമാർ കേൾക്കുകയാണ്. അപ്പോൾ ഹർഷ പറയുകയാണ്, അനുപമയുടെ അടുത്തേക്ക് തന്നെ കുഞ്ഞിനെ പറഞ്ഞയക്കണം സുശീല, എന്നേക്കുമായി അനുപമ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്നും പോവണമെങ്കിൽ ആ കുഞ്ഞിനെ കൂടി ഇന്ദ്രന് മനസ്സിലാവാത്ത വിധം അനുപമയ്ക്ക് തന്നെ കൊടുക്കണം ആൻറ്റി, എങ്കിൽ മാത്രമാണ് അനുപമ ഇന്ദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് പോവുകയുള്ളൂ. പടിയിറങ്ങി പോവണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യണം, അത് ഇന്ദ്രന് ഒരിക്കലും മനസ്സിലാവുകയും ചെയ്യരുത് എന്ന് പറയാണ്. അങ്ങനെ സുശീല വീണ്ടും അനുപമയ്ക്ക് തന്നെ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹർഷ പറഞ്ഞതുപോലെ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ രവികുമാർ കേൾക്കുകയാണ് കേട്ടോ. ഇനി രവികുമാർ അനുപമയ്ക്ക് വിളിച്ചു പറയും ഇക്കാര്യമെല്ലാം തന്നെ സുശീലയും ഹർഷയും കൂടി സംസാരിച്ച എല്ലാ കാര്യവും അനുപമയ്ക്ക് വിളിച്ചു പറയുകയാണ്. ഈ സമയം അനുപമയെ കാണാൻ വേണ്ടി ഇന്ദ്രൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ദ്രനോട് കയർത്ത് സംസാരിക്കുകയും സ്ട്രോങ് ആയി പെരുമാറുകയും ചെയ്യുകയാണ് അനുപമ. ഇന്ദ്രനും അനുപമയും കൂടി സംസാരിക്കുമ്പോൾ അനുപമ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അമ്മയെ മനഃപൂർവ്വം അടിച്ചതൊന്നുമല്ല, ആ വൃത്തികെട്ടവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവളുടെ സംസാരം ശരിയല്ലാത്തത് കൊണ്ടും അവൾ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു, അതിൻ്റെ പേരിലാണ് ഞാൻ അവളെ അടിച്ചത്. രണ്ടാമത്തെ അടി അടിച്ച സമയത്ത് നിങ്ങളുടെ അമ്മയാണ് ആ അടി ഏറ്റുവാങ്ങിയത്, അത് നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് ആ അടി വീണിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അർഹയായ അടി തന്നെയാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി വീണ്ടും ഇന്ദ്രൻ അനുപമയെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങാണ്. അപ്പോഴത്തേക്കും അനുപമ ആ കൈ അങ്ങ് തടയുകയാണ്, ഇനി എന്നെ തൊട്ടു പോവരുത് എന്നങ്ങ് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ഇന്ദ്രൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അനുപമ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ് കേട്ടോ. ഈ ഹർഷയുടെയും സുശീലയും കള്ളക്കളി എല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുന്നത് സത്യൻ തന്നെയാണ്. സത്യന് വിനയൻ ഈ വീഡിയോ കാണിച്ചു കൊടുക്കും കേട്ടോ. വിനയൻ്റെ മൊബൈലിൽ എടുത്ത് ആ വീഡിയോ കാണിച്ചു കൊടുക്കും. ആ വീഡിയോ ഇനി ഇന്ദ്രനും കാണുകയാണ്. അതോടുകൂടി സുശീലയുടെയും ഹർഷയുടെയും ഈ കളിയെല്ലാം ഇന്ദ്രൻ മനസ്സിലാക്കുകയാണ്. ഇനി ഇന്ദ്രൻ അനുപമയുടെ അടുത്തേക്ക് വരികയും കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സീനൊക്കെ വരാനിരിക്കുന്നുണ്ട്. ദയയെ വെറുതെ വിടാൻ കോടതി ഉത്തരവ് വിടുകയാണ്. നിതിന് ബോധം വരികയും നിതിനെ ദയ കുത്തിയത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതും ഒക്കെ കോടതിക്ക് മനസ്സിലാവുകയും നിതിന് ഇതിൽ പരാതിയില്ല എന്ന് നിതിൻ പോലീസിന് മൊഴി കൊടുക്കും. അങ്ങനെ ദയ വീട്ടിലേക്ക്, ശബരിയുടെ വീട്ടിലേക്ക് പോവും.